Celebrating 50 years. Majestic Jewelers. ജലീൽ വേട്ടയ്ക്ക് തൽക്കാലം അവസാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കെ ടി ജലീൽ. തന്റെ രക്തം ഊറ്റിക്കുടിക്കാൻ വെമ്പുന്നവർക്ക് തൽക്കാലം ആശ്വാസമാകുമെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. കട്ടിട്ടോ അഴിമതി നടത്തിയിട്ടോ അല്ല രാജിവെക്കുന്നത്, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് തന്റെ രാജിയെന്നും ജലീൽ വ്യക്തമാക്കി. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയ ശേഷം അക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് ജലീൽ തന്റെ രാജിയെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് നെടുനീളൻ കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. 2 വർഷമായി നീതീകരണമില്ലാത്ത മാധ്യമവേട്ടയ്ക്കിരയാകുന്ന പൊതുപ്രവർത്തകനാണ് താനെന്ന് പറഞ്ഞാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. കട്ടതിന്റെ പേരിലോ അഴിമതി നടത്തിയതിന്റെ പേരിലോ നയാ പൈസയുടെ അവിഹിത സമ്പാദ്യം ഉണ്ടാക്കിയതിന്റെ പേരിലോ അന്യന്റെ 10 പൈസ അന്യായമായി വയറ്റിലാക്കിയതിന്റെ പേരിലോ പൊതുഖജനാവിന് 1 രൂപ നഷ്ടം വരുത്തിയതിന്റെ പേരിലോ അല്ല തന്റെ രാജിയെന്ന് ജലീൽ കുറിച്ചു. ആർഭാട ജീവിതം നയിച്ചതിന്റെ പേരിലോ കള്ളപ്പണം സൂക്ഷിച്ചതിന്റെ പേരിലോ ഇഞ്ചി കൃഷി നടത്തി ധനസമ്പാദനം നടത്തിയതിന്റെ പേരിലോ ആരുടെയെങ്കിലും ഓശാരം പറ്റി വീടും കാറും മറ്റു സൗകര്യങ്ങളും അനുഭവിച്ചതിന്റെ പേരിലോ ദേശദ്രോഹ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലോ തൊഴിൽ നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് ഡൽഹിയിൽ കൊണ്ടുപോയി ആരെയെങ്കിലും ചൂഷണം ചെയ്തതിന്റെ പേരിലോ സുനാമി, ഗുജറാത്ത്, കത്വ, പ്രളയ ഫണ്ടുകൾ പിരിച്ചു മുക്കിയതിന്റെ പേരിലോ അല്ല വേട്ടയാടലുകളെന്നും കുറിപ്പിൽ പറയുന്നു. ലീഗും കോൺഗ്രസും മാധ്യമ സിൻഡിക്കേറ്റും തൊടുത്തുവിട്ട ശരവ്യൂഹം ഫലിക്കാതെ വന്നപ്പോൾ ഉണ്ടായ ജാള്യം മറച്ചുവെക്കാൻ കച്ചിത്തുരുമ്പ് നേടി നടന്നവർക്ക് സക്കറാത്തിന്റെ ഹാലിൽ കിട്ടിയ ഒരേയൊരു പിടിവള്ളിയായിരുന്നു ലോകായുക്ത വിധി. അതുവെച്ചാണ് തൃശൂർ പൂരത്തെ വെല്ലുന്ന വെടിക്കെട്ടുകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. പ്രസ്തുത വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഇതു സംബന്ധമായ വിഷയത്തിലെ വിധിക്ക് കാത്തുനിൽക്കാതെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയതെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ജലീൽ വേട്ടയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും ഇതോടെ ശമനമാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നും ജലീൽ വ്യക്തമാക്കുന്നു. വലതുപക്ഷവും മാധ്യമ പടയും ഉൾപ്പെടെ അങ്കത്തട്ടിൽ നിലയുറപ്പിച്ച ഇടതുപക്ഷ വിരുദ്ധ മഹാസഖ്യത്തിന് തന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, തോൽപ്പിക്കാൻ കഴിയില്ല, ഇവിടെ തന്നെയുണ്ടാകും നല്ല ഉറപ്പോടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്.